വരികയാണ്. പുതിയൊരു നേതൃത്വം ഇന്ന് ചുമതല ഏറ്റെടുക്കുകയാണ്. അധ്യക്ഷനായി അഡ്വക്കേറ്റ് OJ ജനീഷാണ് ഇന്ന് ചുമതല ഏൽക്കുക. അല്പസമയത്തിനകം KPCCയിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും അദ്ദേഹം പുതിയ നേതൃത്വം അല്ലെങ്കിൽ പുതിയൊരു KPCCയുടെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായി പുതിയ നേതൃത്വ ചുമതലയിലേക്ക് OJ ജനീഷ് എത്തുക. അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയലും ചുമതല ഏൽക്കുകയാണ്. KPCC മുതിർന്ന നേതാക്കളൊക്കെയും തന്നെ ഇന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെയും ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് OJ ജനീഷാണ് ഇന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വ നിരയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയലും ചുമതല ഏൽക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി നിഖിൽ ചേരുന്നു. നിഖിൽ, KPCCയുടെ ആസ്ഥാനത്ത് പുതിയൊരു നേതൃത്വം നിര വരികയാണ്. അഡ്വക്കേറ്റ് OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനാവുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എവരിബഡി. ചടങ്ങുകൾ ആരംഭിച്ചു. Now I request a welcome speech by Vishnu Sunil Pandalam. I request Vishnu to come and give the welcome speech. എത്രയും ബഹുമാനപ്പെട്ട ഇവിടെ ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരിക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവർകൾ, അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ന് എത്തിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ഉദയനിധി ചിപ്പ് അവർകൾ അടക്കം വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വളരെയേറെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സമയത്താണ് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ചുമതലയേക്കൽ ചടങ്ങ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഈ ദിവസം മുതൽ വരാൻ പോകുന്ന 7 മാസക്കാലം ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചും വളരെയേറെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളുടെ ചുമതലകൾ ഏറ്റെടുക്കേണ്ട ഒരവസരമാണ്. അത് കൃത്യമായ ബോധ്യമുള്ള ഒരു കമ്മിറ്റി തന്നെയാണ് നമ്മുടേത്. കഴിഞ്ഞ 2 വർഷക്കാലമായി CPMൻ്റെയും ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ജനദ്രോഹ നയങ്ങൾക്കെതിരായി അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി നമ്മൾ തെരുവിലുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന 7 മാസക്കാലം പുതിയ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്റെയും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് അടക്കമുള്ള ഈ പുതിയ ടീമിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 140 അസംബ്ലികളിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെയും പ്രവർത്തനങ്ങളുടെ ചുക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പോരാട്ടങ്ങളും അതുപോലെ തന്നെ താഴെത്തട്ടിൽ സംഘടനയെ കൃത്യമായ രീതിയിൽ ചലിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന 7 മാസക്കാലം കോൺഗ്രസിന്റെ നേതൃത്വം അടക്കമിരിക്കുന്ന വേദിയിൽ വെച്ച് തന്നെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഉറപ്പ് ഞങ്ങൾ നൽകുന്നു. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പോരാട്ടങ്ങൾക്ക് അതിന്റെ വിജയശില്പികളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും കൈപിടിച്ചു കയറ്റാൻ പോകുന്നത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളായിരിക്കുമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എന്നിൽ അൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം പറയുന്നത് ഇന്ന് പുതുതായി ചുമതല ഏൽക്കാൻ പോകുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിയുക്ത പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് 1000 സമര പോരാട്ടങ്ങളിൽ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും തൃശൂർ ജില്ലാ പ്രസിഡന്റ് അടക്കമായിട്ട് നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ശ്രീ OJ ജനീഷ് അവർകളെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ ഇന്നലകളിൽ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ അതിശക്തമായ സമര പ്രക്ഷോഭങ്ങളുമായി അതിനെല്ലാം മുൻനിരയിൽ നിന്നുകൊണ്ട് പോരാട്ടം നയിച്ചിട്ടുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കഴിഞ്ഞ കമ്മിറ്റിയിലെ അതിശക്തനായ മികച്ച രീതിയിൽ സംഘാടകനും ഒപ്പം തന്നെ പ്രാസംഗികൻ അടക്കമായിട്ടുള്ള മികച്ച രീതിയിൽ സംഘടനയെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉത്തമ ബോധ്യമുള്ള നിയുക്ത യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിനു ചുള്ളിലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ബഹുമാന്യനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൃത്യമായ ദിശാബോധത്തോടുകൂടി ഈ സംഘടനയെ കൃത്യമായ രീതിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മികച്ച രീതിയിൽ ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പ്രസിഡന്റ്, എത്രയും ബഹുമാനപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. UDFന്റെ കൺവീനർ, എത്രയും ബഹുമാന്യനായ നേതാവ്, ഇന്ന് UDFന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കൃത്യമായ ചടുലമായ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നേതാവ് അടൂർ പ്രകാശ് MP അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നലകളിൽ യൂത്ത് കോൺഗ്രസിനെ ഏറ്റവും മികച്ച രീതിയിൽ കേരള വിദ്യാർത്ഥി യൂണിയനെയും യൂത്ത് കോൺഗ്രസിനെയും അടക്കം നയിച്ച ഞങ്ങളുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരവും കൂടിയായ കൊല്ലം ജില്ലയിൽ നിന്നടക്കം, ഞാനടക്കം വരുന്ന ജില്ലയിൽ നിന്ന് ഞങ്ങളൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായി കണക്കാക്കുന്ന പ്രിയ നേതാവ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ PC വിഷ്ണുനാഥ് അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എത്രയും ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ യോഗത്തിന് വേണ്ടി ഇന്ന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഇനിയുള്ള 7 മാസക്കാലത്തെയും കൃത്യമായ നമ്മൾ പോകേണ്ട ദിശാബോധം നൽകിക്കൊണ്ട് തുടർന്നുള്ള സംസ്ഥാന കമ്മിറ്റിയിലടക്കം പങ്കെടുത്തുകൊണ്ട് നമുക്ക് കൃത്യമായ ദിശാബോധം നൽകുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ we would like to respect our beloved president Sri Udayanidhi Chip to this function. അടുത്തതായി KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും നമ്മുടെ എല്ലാവരുടെയും നമുക്ക് കഴിഞ്ഞ കമ്മിറ്റികളിൽ ഇന്നലകളിൽ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അടക്കം ഇന്ന് ഈ ഹാളിൽ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും കഴിഞ്ഞ കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് പ്രിയപ്പെട്ട ഷാഫി പറമ്പലിൻ്റെ എല്ലാ കമ്മിറ്റിയിൽ ഇരുന്ന അംഗങ്ങളാണ്. മണ്ഡലം മുതൽ ബ്ലോക്ക് മുതൽ ജില്ല മുതൽ സംസ്ഥാനം വരെ കൃത്യമായ രീതിയിൽ കോൺഗ്രസ്സുകാർക്ക്, ആബാലവൃദ്ധം കോൺഗ്രസ്സുകാർക്കും ഒരു വികാരമായി നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, അദ്ദേഹത്തിന്റെ ഒരു തുള്ളി ചോര വീണപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അർദ്ധരാത്രിയിലടക്കം തെരുവിലിറങ്ങിക്കൊണ്ട് കൃത്യമായി എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, എന്താണ് കോൺഗ്രസിന്റെ ഐക്യമെന്ന് വിളിച്ചോതുവാൻ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ പ്രിയ നേതാവ് ശ്രീ ഷാഫി പറമ്പിൽ MBA ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്, എത്രയും ബഹുമാന്യനായ മികച്ച സാമാജികൻ, മികച്ച പ്രാസംഗികൻ അടക്കമെന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള പ്രിയ നേതാവ് AP അനിൽകുമാർ അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഇന്നലകളിൽ നമ്മുടെ കമ്മിറ്റിയിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നമ്മളോടൊപ്പം നിന്ന് ഈ കമ്മിറ്റിയെ നമ്മളെ കൃത്യമായ രീതിയിൽ നമ്മളോടൊപ്പം നിന്ന് ഇനിയുള്ള പ്രവർത്തനങ്ങളിലും നമുക്ക് കൃത്യമായ ദിശാബോധം നൽകുവാൻ പോകുന്ന നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നിയുക്ത ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത്, സഹപ്രവർത്തകൻ, ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെയും സ്വകാര്യ അഹങ്കാരം ശ്രീ അബിൻ വർക്കിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ഒരു ഫോൺ കോൾ അകലെ എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഹോദരൻ, പ്രിയ നേതാവ് ശ്രീ ശ്രാവൺ റാവു അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട നമുക്ക് ഏവർക്കും എന്താവശ്യത്തിനും നമുക്ക് വിളിക്കുവാൻ സാധിക്കുന്ന ശ്രീമതി പുഷ്പലത CB അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി
അവിടെ യൂത്ത് കോൺഗ്രസിന്റെ കൃത്യമായ ദേശീയ തലത്തിൽ തന്നെ കൃത്യമായ നേതൃത്വം നൽകുന്ന ശ്രീ ഷംസീർ അൻസാരിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നിയുക്ത ദേശീയ സെക്രട്ടറിമാരായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ശ്രീ ജിൻഷാദ് ജിന്നാസ്, ശ്രീ ശ്രീധർ ശ്രീലാൽ, അതുപോലെ തന്നെ ഇന്നലകളിൽ കേരള വിദ്യാർത്ഥി യൂണിയനിൽ അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ ദേശീയ സെക്രട്ടറി ശ്രീ KM അഭിജിത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ex-MLA ശ്രീ KS ശബരിനാഥ് അവർകളെ, പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ ശ്രീകുമാർ ഏട്ടൻ, അതുപോലെ തന്നെ രശ്മി ചേച്ചി അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മണക്കാട് സുരേഷ് അവർകൾ അടക്കം കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഇപ്പോൾ KPCCയിൽ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വനിര ഇന്ന് ചുമതല ഏറ്റെടുക്കുകയാണ്. അധ്യക്ഷനായി അദ്ദേഹം അഡ്വക്കേറ്റ് OJ ജനീഷാണ് ഇന്ന് ചുമതല ഏറ്റെടുക്കുന്നത്. അതേസമയം വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയിലും ചുമതലയേൽക്കും. അല്പസമയത്തിനകം KPCCയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ജയ് ഹിന്ദ്. Newswave, powered by MyG Future. Experience the next. രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പുതിയ ഹാർമണി ചിട്ടിയിൽ ഞാൻ വീട് വെച്ചത് KSF ചിട്ടിയുടെ ധൈര്യത്തിലല്ലേ. KSF ഈ നാടിന്റെ ധൈര്യം. ICL FinCorp Gold Loan, the intelligent choice. ചേരുക, ചേർത്ത് പിടിക്കുക. നോർക്ക കെയർ പ്രവാസി ഹെൽത്ത് ഇൻഷുറൻസ്. co-powered by റീഗൽ ജ്വല്ലേഴ്സ്. ഒരു മാറ്റം, അത് നല്ലതല്ലേ? സമൂഹം ചർച്ച ചെയ്യുന്ന ഗൗരവമുള്ള വിഷയങ്ങളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക്. ന്യൂസ് റൂമിൽ നിന്നും ജനഹൃദയങ്ങളിലേക്ക്. ഒരു വിഷയം, പല കാഴ്ചപ്പാടുകൾ. സമൂഹത്തിന്റെ നേർചിത്രം. മൗനം ഉദ്ദേശിക്കുന്ന മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇത് നടത്തിയത് ആരാണെന്നുള്ളത്. ചിന്തിക്കാം, വിലയിരുത്താം, തുറന്നു പറയാം. വിശ്വാസമുള്ള ഭരണാധികാരികളെയാണ് ഈ ദേവസ്വം ബോർഡ് ഏൽപ്പിക്കുന്നത്. സാധാരണക്കാർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, വ്യവസായികൾ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. ശരിയാണെന്ന് നമുക്കൊന്നും തോന്നുന്നില്ല. ചെയ്ത സംഭവങ്ങളൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റ് തന്നെ. ലെറ്റ്സ് ടോക്ക് നമ്മുടെ ജയ്ഹിന്ദ് ടിവിയിൽ. ലെറ്റ്സ് ടോക്ക്. First time in television history, one man 17-year TV show, 850 plus episodes, one anchor every. ഇതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനായ അഡ്വക്കേറ്റ് OJ ജനീഷ് ഇന്ന് ചുമതല ഏറ്റെടുക്കുകയാണ്. വർക്കിംഗ് പ്രസിഡന്റായി നിയമിതനായ ബിനു ചുള്ളിയിലും ജനീഷിനൊപ്പം ചുമതലയേൽക്കും. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാന്യനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹൃദ്യമായ ഈ പരിപാടിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് ഊർജ്ജസ്വലനായ ശ്രീ OJ ജനീഷ്, അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ചുമതല ഏൽപ്പിച്ച് നൽകിയ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ കരുത്തനായ പ്രസിഡന്റ് ശ്രീ ഉദയഭാനു ചിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ
ശ്രീ എ പി അനിൽകുമാർ MLA, ശ്രീ PC വിഷ്ണുനാഥ് MLA, ശ്രീ ഷാഫി പറമ്പിൽ MP, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രാവൺ റാവു, നാഷണൽ സെക്രട്ടറി ശ്രീമതി CB പുഷ്പലത, നമ്മളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ, അതുപോലെ ദേശീയ സെക്രട്ടറിമാരായി പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ അബിൻ വർക്കി, ശ്രീ അഭിജിത്ത്, മറ്റ് ദേശീയ നേതാക്കന്മാർ, KPCCയുടെ സഹഭാരവാഹികളെ, പ്രിയമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, നല്ലവരായ സഹോദരി സഹോദരന്മാർ, കേരളത്തിലെ യുവജനങ്ങൾ, ഇന്ന് ഈ ഹാളിൽ കൂടിയിട്ടുള്ള ആളുകൾ മാത്രമല്ല, വളരെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിനെ വീക്ഷിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന് സമര സംഘടന എന്ന നിലയിൽ ശക്തമായ പുതിയ സംസ്ഥാന നേതൃത്വം ചുമതലയേൽക്കുന്ന മനോഹരമായ ഈ ചടങ്ങ് ഞാൻ നിങ്ങളുടെ എല്ലാം സമ്മതത്തോടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. എന്താണ് യൂത്ത് കോൺഗ്രസ് എന്ന് നമുക്കെല്ലാം അറിയാം. സമര സംഘടനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എല്ലാ കാലത്തും കേരളത്തിൽ ശക്തി പകർന്ന സംഘടന കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആണ്. കേരളത്തിലെ KSU എന്ന വിദ്യാർത്ഥികളുടെ സമര സംഘടനയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് കേരളം ഏറെ ബഹുമാനിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് നൽകിയ കനത്ത സംഭാവനയായ ആദർശ കേരളത്തിൻ്റെ ആദരണീയനായ നേതാവ് ശ്രീ AK ആൻ്റണിയും ശ്രീ വയലാർ രവിയും, നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ VM സുധീരനും ശ്രീ രമേശ് ചെന്നിത്തലയും ഇന്ന് ശ്രീ KC വേണുഗോപാലും, നമുക്കറിയാം ഇവരെല്ലാം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ജനപ്രിയരായി ശക്തരായി വളർന്നു വന്ന നേതാക്കന്മാർ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ KPCCയുടെ പ്രസിഡൻ്റായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ സന്തോഷത്തോടെ ഒരു കാര്യം, ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ സംഘടനയിൽ ആദ്യമായി ഏറ്റ ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിൻ്റെ എൻ്റെ പഞ്ചായത്തിലെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന ചുമതലയാണ് ഞാൻ ആദ്യമായിട്ട് നിർവഹിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായും ജില്ലാ പ്രസിഡൻ്റായും ശ്രീ G കാർത്തികേയൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം രമേശ് ചെന്നിത്തലയോടൊപ്പം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായും പ്രവർത്തിക്കാൻ സാധിച്ച എനിക്ക് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ ചുമതലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചുവെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഘടകം നൽകുന്ന അംഗീകാരവും പിന്തുണയും എത്രയോ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതലകൾ ഇന്ന് വളരെ ഭാരിച്ചതാണ്. കാരണം നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ, അതിരൂക്ഷമായ തൊഴിലില്ലായ്മ, അതിൽ നട്ടം തിരിയുന്നവരാണ് കേരളത്തിലെ യുവാക്കൾ. യുവാക്കൾ ഇന്ന് കേരള സംസ്ഥാനം വിടുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ പഠിക്കാൻ കഴിയുന്നില്ല, കേരളത്തിൽ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല. തൊഴിൽ തേടി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറേണ്ടത് ഒരു ദൗർഭാഗ്യകരമായ സംഭവം കേരളത്തിലുണ്ടാകുന്നു. സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുന്നില്ല. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ നോക്കുകുത്തികളായി മാറുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ നിരാശരായി സമരമുഖത്ത് നിൽക്കുകയാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷമായിട്ട് നിൽക്കുകയാണ്. സർക്കാരിൻ്റെ അനീതികളെ ചോദ്യം ചെയ്യാൻ, രൂക്ഷമായ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള യുവാക്കളുടെ ജീവൽ പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യാൻ DYFI എന്ന സമര സംഘടനയ്ക്ക് കഴിയുന്നില്ല. അവർ കേവലം സർക്കാർ വിലാസം സംഘടനയായി DYFIയും SFIയും അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ ഇന്നത്തെ ദുരവസ്ഥ. അവിടെയാണ് സമരം ചെയ്യുന്ന യുവാക്കളുടെ ശക്തമായ പ്രസ്ഥാനമായി യൂത്ത് കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ഇനിയും മാറ്റാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ അധ്യക്ഷ വേദിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, നമ്മളുടെ എല്ലാം പ്രിയങ്കരനായി ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിൽ, അദ്ദേഹം എന്തുകൊണ്ട് കോഴിക്കോട് നിന്ന് ഇത്തരത്തിൽ അദ്ദേഹം എത്തിച്ചേർന്ന് നമുക്കറിയാം. പിണറായി വിജയൻ്റെ പോലീസ് പേരാമ്പ്രയിൽ വെച്ച് ഷാഫി പറമ്പിലിൻ്റെ തലക്കടിച്ചാണ് അദ്ദേഹത്തിൻ്റെ മൂക്ക് പൊട്ടിച്ചത് എങ്കിൽ ഈ പോലീസ് അക്രമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന പൊരുതുന്ന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഷാഫി മാത്രമല്ല, തൃശ്ശൂരിലെ സുജിത്തിന് മാത്രമല്ല, നിരവധിയായ ചെറുപ്പക്കാരെ അക്രമത്തിൻ്റെയും പോലീസിൻ്റെ അധികാരത്തിൻ്റെയും ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ന്യായമായ സമരങ്ങളെ പിണറായി സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നത് എങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള ശക്തമായ കൂട്ടു നേതൃത്വമാണ് ജനീഷും അതുപോലെ ബിനുവും അതുപോലെ തന്നെ അഭിജിത്തും അതുപോലെ തന്നെ അബിൻ വർക്കിയുമെല്ലാം
നമുക്ക് ഇന്ത്യയിലെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് നൽകുന്നത് ഈ പുതിയ നേതൃത്വത്തിന്. ആ നേതൃത്വത്തിൻ്റെ കീഴിൽ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സന്ദർഭത്തിൽ അതിനുള്ള ഒരുക്കത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം കൂടുതൽ സജീവമാകും എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ നവചൈതന്യമുള്ള പുതിയ നേതൃത്വത്തിന് അഭിവാദ്യങ്ങളും ആശംസകളും നേർന്ന് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ്, ഇന്ന് വളരെ തിരക്കുകൾക്കിടയിലും ഈ ചുമതല കൈമാറുന്ന ചടങ്ങിന് വേണ്ടി ഇവിടെ കേരളത്തിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ഉദയ് ഭാനു ചിബ അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Thank you so much. I would like to thank you, Advocate Sunny Joseph ji, PCC President, Kerala, Adur Prakash ji, MP, UDF Convener, PC Vishwanath ji, MLA, AP Anil Kumar ji, MLA Shafi Pramil ji, who is Member Parliament, former Youth Congress President Kerala, IYC GS, and I worked with him with Shafi ji. And I want to congratulate our newly appointed President, Advocate OJ Janesh, our newly appointed Working President, Binu Bhai, our newly appointed IYC Secretaries, Abhijit and Abin. With them, I also like to welcome Shravan Rao ji, IYC General Secretary in charge, Kerala, Pushp Lata ji, Shamsher ji, Secretary in charge, Kerala, our IYC Secretaries from Kerala, Jishad, Shrilal Bhai, and Joman Jose, Vishnu, Sunil, and all the respected office bearers of Youth Congress who are here today. So today we have our new president, new working president, our new office bearers, national office bearers. So it's a very big opportunity, I think, for the Kerala Youth Congress, that right before the elections we have some new faces, both in national level, in state level, from the Kerala Youth Congress. But it will become efficient only if we give our 100% to the organization, if we give 100% to raise the voices of youth, to raise the voices of people of Kerala. We all know how much violence is happening in Kerala, how much crime is increasing day by day in Kerala. Our brothers has martyred because of the fight they were doing for the people of Kerala. So we have to give our best. We have to be the voice of those who are being suppressed by the state government of Kerala continuously from last 9 years until there is no use of anything. If we don't do that thing, if we don't go on the ground level and do our work and raise the voice of those who has been suppressed continuously from so many years. As a president of IYC, Indian Youth Congress, I just suggest you, we'll give you a 100 days plan. You have to work, outreach, you have to do booth-wise programs, you have to add more young voters, first-time voters in Indian Youth Congress, and those who will vote for the favor of UDF in forthcoming election. We have our inspiration role models here who are sitting on the dais. Our PCC president is there, Vishnu ji is there, Shafi bhai is there. They have made example what can be done
if you have the platform of Youth Congress. And same is the scene with you, same is the criteria with you. You have got the platform, you have got the, the ideology of Congress, the inspiration of our leader Rahul Gandhi ji. The thing remaining is we have to deliver on ground. So this is the urge, this urge I do to all of you, go on ground, serve the people. That will be fair to any post you are holding right now in Youth Congress. That will be fair to the country, to the Kerala that we are serving. If we are in the social platform, in the political platform, we should give our 100% to serve the nation, to serve the people of country, to serve the people of Kerala. And I expect nevertheless from all of you. So all the best to all of you. My wishes are with you, and I have full faith in the coming period of time. Kerala Youth Congress will do very good work, and which will be helpful, which will do the work of foundation of the government which Congress and UDF is going to form in forthcoming elections in Kerala. Thank you so much. Jai Hind, Jai Kerala. ഏറെ ബഹുമാനായ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച KPCCയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് MLA, പ്രിയപ്പെട്ട അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ഉദയ് ഭാനു ചിബ അവർ, പ്രിയങ്കരായ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട ശ്രീ AP അനിൽകുമാർ, ശ്രീ ഷാഫി പറമ്പിൽ MP, ഏറെ പ്രിയങ്കരായ KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ, പ്രിയപ്പെട്ട ശ്രീ KS ശബരിനാഥൻ, ശ്രീമതി ലക്ഷ്മി, പ്രിയപ്പെട്ട ശ്രീ ഗോപകുമാർ അവർ, പ്രിയപ്പെട്ട ശ്രീ KP ശ്രീകുമാർ ഉൾപ്പെടെ KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട ശ്രീ ശ്രാവൺ റാവു, കേരളത്തിൻ്റെ ചുമതലയുള്ള അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീമതി CB പുഷ്പലത, എന്നോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി നിയമിതനായ പ്രിയപ്പെട്ട ശ്രീ ബിനു ചുള്ളിയൽ, ഏറെ പ്രിയങ്കരനായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി നിയമിതനായ പ്രിയപ്പെട്ട ശ്രീ അബിൻ വർക്കി, പ്രിയപ്പെട്ട ശ്രീ KM അഭിജിത്ത്, ശ്രീ ജിൻഷാ ജിന്നാസ്, ശ്രീ ശ്രീലാൽ ശ്രീധർ, ശ്രീ ഷൻസീർ അൻസാരി, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വിഷ്ണു സുനിൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ ജോമോൻ, തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നേമൻ ഷജീർ ഉൾപ്പെടെ ഇന്ന് ഈ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിന് കടന്നു വന്നിട്ടുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റുമാർ, ഏറെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ തീരെ പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരുന്ന ഒരു ഘട്ടമുണ്ടായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ മൈക്കിന് മുമ്പിൽ പതറുന്ന അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സമയം. വാക്കുകൾക്ക് ഒരു വലിയ ക്ഷാമമുണ്ട്. കാരണം ഒരിക്കലും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരാൻ സാധിക്കുമെന്ന് ഈ സംഘടനയുടെ ഒരു പ്രാഥമിക അംഗമായി പ്രവർത്തിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കരുതിയിട്ടുള്ളതല്ല. KSU യൂണിറ്റ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിത്വത്തിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ ഈ സന്ദർഭം വരേക്ക് കടന്നു വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ എന്നോടൊപ്പമുള്ള എല്ലാ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ സംബന്ധിച്ചും ഒരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു നാളുകളാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. ഇവിടെ നേരത്തെ സ്വാഗതം ആശംസിച്ചവരും അതോടൊപ്പം തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും എല്ലാവരും സൂചിപ്പിച്ചു. വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് ഈ സംസ്ഥാനത്തിനകത്തിനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ സംസ്ഥാനത്തിനകത്തിനി തുടരാനുള്ള സാധ്യതയുള്ളൂ. അതിനുശേഷം വരാനിരിക്കുന്നൊരു സർക്കാരിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നൊരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഒരു പുനഃസംഘടന ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. ഇന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരപരിപാടികളുമായും അതോടൊപ്പം ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുമായും നമ്മൾ സംഘടനാ രംഗത്തും സമരരംഗത്തും ഒരുപോലെ തന്നെ സജീവമായി മുന്നോട്ട് പോകും. നമ്മൾ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ സംബന്ധിച്ചും നമ്മൾ ഏത് സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതല്ല,
നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പദവികൾക്കനുസരിച്ചിട്ടല്ല പലപ്പോഴും നമ്മളെയൊക്കെ ആളുകൾ വിലയിരുത്തുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതികളൊക്കെ അനുസരിച്ച് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മൾ സംഘടനാ ഭാരവാഹിത്വത്തിൽ ഉണ്ടാകാൻ ഇടയുള്ളൂ. ഈ കമ്മിറ്റി 2 വർഷക്കാലമായി ഇനിയുള്ള അവശേഷിക്കുന്ന ഒരു ടെനറാണ് നമ്മുടെ ഈ കമ്മിറ്റി മുമ്പിലുള്ളത്. ഞാൻ KSUവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ഇരുന്നതല്ല, ആ സമയത്ത് കിടപ്പാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മർദ്ദനത്തിൻ്റെ ഭാഗമായി 12 ദിവസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്താണ്, പരിപൂർണമായും ബെഡ്രിഡനായി കിടക്കുന്ന സമയത്താണ് KSU ജില്ലാ പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപിക്കുന്നതും തൊട്ടടുത്ത ദിവസം തന്നെ ആ കമ്മിറ്റി അഖിലേന്ത്യാ NSU കമ്മിറ്റി അത് ഡിസോൾവ് ചെയ്യുന്നതും. ഒരു ദിവസമാണ് ആ KSU ജില്ലാ കമ്മിറ്റിക്ക് ആയുസ് ഉണ്ടായിരുന്നത്. ആ കമ്മിറ്റിയിൽ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ അഭിജിത്തും അടക്കമുള്ള ഒട്ടേറെ ആളുകൾ ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കമ്മിറ്റിയിൽ എല്ലാവർക്കും തുടർന്ന് KSUവിൻ്റെ പുനഃസംഘടന പ്രഖ്യാപിച്ചെങ്കിലും കടന്നു വരാൻ വേണ്ടി സാധിച്ചില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്ന് പ്രായപരിധി കഴിഞ്ഞതിൻ്റെ ഭാഗമായി KSUവിൽ തുടരാൻ സാധിക്കാതെ മാറി നിൽക്കേണ്ട ഘട്ടം വന്നു. അപ്പോൾ സംഘടനാ രംഗത്ത് ഏത് പദവിയിലേക്ക് കടന്നു വരുമ്പോഴും എന്നെ സംബന്ധിച്ച് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് KSU ജില്ലാ പ്രസിഡൻ്റായിട്ടിരുന്ന ആ ഒരു ദിവസത്തെ കാലഘട്ടമാണ്. ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന തൃശ്ശൂരിൽ പ്രവർത്തിച്ച 3 വർഷക്കാലവും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരിപാടികൾ ജില്ലയിൽ നടക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് കടന്നുപോയിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം നാളെ രാവിലെ ഈ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞുവെന്ന് നേതൃത്വം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഈ കമ്മിറ്റിയിൽ രേഖപ്പെടുത്താവുന്ന ഒരു പരിപാടി ആ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടാകണമെന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി പോയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇത്ര മാത്രമാണ്, ഈ കമ്മിറ്റിക്ക് ഇനി ആകെ മുമ്പിലുള്ളത് വളരെ ചുരുക്കം മാസങ്ങൾ മാത്രമാണ്. ഈ കമ്മിറ്റിയുടെ ഒരു രാഷ്ട്രീയമായ ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിനും നമുക്ക് നൽകിയിട്ടുള്ള സമയപരിധി എന്ന് പറയുന്നത് 6-7 നടത്തപ്പെടുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന് നമുക്ക് മുമ്പിൽ അവശേഷിക്കുന്നത് മാസങ്ങൾ മാത്രമാണ്. ഓരോ മണിക്കൂറും നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ്. ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ്.